അങ്ങനെ ഞങ്ങൾ എവിടെ പോകുന്നു? ഊട്ടി. അപ്പോൾ ഊട്ടിക്ക് ഞങ്ങളൊരു 8:30 ആയപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങി. 9:30 ആകുമ്പോഴാണ് നമ്മൾ ഷോറൂമിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഷോറൂമിലേക്ക് എത്തുന്നത് 9:30 ആകുമ്പോഴാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഫാമിലിയും കൂടെ പിക്ക് ചെയ്തുകൊണ്ടാണ് പോകേണ്ടത്. അപ്പോൾ നേരെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവരെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ഷോറൂമിലോട്ട് പോകും. അതെ നമ്മുടെ തത്സമയം ചിന്നക്കുട്ടി ഉണ്ടായോ? കാണത്തില്ല. അമേസിംഗ്. വണ്ടി നേരത്തെ വന്നു. അമേസിംഗ്. പിന്നെ പിന്നെ ചാക്കോ പിന്നെ കാണുന്ന പോലെയില്ല. പിന്നീട് അങ്ങോട്ടുള്ളതൊക്കെ ഒരു വൈബായിരുന്നു കേട്ടോ. നേരം വെളുക്കുന്നിടം വരെ വൈബായിരുന്നു. ഒരുപാട് പേര് പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. പിന്നെ ഇതെല്ലാം കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ വോയിസ് എല്ലാം കട്ടാക്കിയതാണ് കേട്ടോ. ഫുൾ എൻജോയ്മെൻറ്റ്. ഒരു സെക്കൻഡ് പോലും നമ്മൾ ബോറടിച്ചില്ല, ഉറങ്ങിയില്ല. അതാണ് അതിൻ്റെ ഒരു ഇത് വെളുപ്പിന്. ഇതിപ്പം കോയമ്പത്തൂരാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി ജസ്റ്റ് പല്ലൊക്കെ തേച്ച് ഒന്ന് ചായയൊക്കെ കുടിച്ച് സെറ്റായായിരുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ മേട്ടുപ്പാളയത്തിലാണ് കേട്ടോ. അവിടെയാണ് പറഞ്ഞേക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ പിന്നെ കോടനാടാണ് പോയത്. അപ്പോൾ ഇനി അത് കാണാം കേട്ടോ. ഇനി ഒരു റോഡും ആ ഒരു സീനും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാനിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വരുമോടെ? എൻ്റെ കെട്ടിയാൻ വരുമെന്ന് നോക്കി ഇരിക്കുക. നിങ്ങളുടെയൊക്കെ മുഖം ഒന്ന് തെളിഞ്ഞ് കാണട്ടെ. ചിലതല്ലോ ഇങ്ങോട്ട് നോച്ചിക്കേ, ഇങ്ങോട്ടെന്നെ നോച്ചിക്കേ. എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. മോനെ ഇവിടെ ഇത്രയും വലുതായിട്ട് നിന്ന് എന്നെ നീ കണ്ടില്ല. അപ്പാപ്പ ആണോ കണ്ട? അപ്പാപ്പ കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഊട്ടിയിലുള്ള കോടനാട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല അതിൻ്റെ വ്യൂസ്. ഒന്ന് കണ്ടു നോക്കേ. ഇത്ര ഭംഗിയുള്ളൊരു ഏരിയ അത് നമ്മൾ
കാണാതെ പോയാൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി, മൈൻഡ് ഭയങ്കര ഫ്രീ ആയി, നല്ലൊരു മൈൻഡ്ഫുൾ കാഴ്ചയായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഊട്ടി വരുന്നവരെന്തായാലും കോടനാട് പോയെന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു വ്യൂ, ഭയങ്കര പീസ്ഫുൾ മൈൻഡ്, നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഭയങ്കര സെറ്റായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് വരുമായിരുന്നു. അലോവേര പറിക്കണം കേട്ടോ, അലോവേര നമുക്കില്ലാത്തതാണ്. അങ്ങനെ നമ്മൾ ഹോം സ്റ്റേയിലോട്ട് പോവാണ് കേട്ടോ. നമ്മളെടുത്ത ഹോം സ്റ്റേയിലേക്ക് പോവാണ്. ലിറ്റിൽ ഹെവൻ ആണ് നമ്മളുടെ ഹോം സ്റ്റേ. ഹോം സ്റ്റേയിലോട്ട് കണ്ണെ പിടിക്കല്ല അർഹം ബേബി. ഇറ്റ്സ് എ നൈസ് റൂം. എന്താ കക്കൂസാണോ? വാ കേറ്. വരുന്നില്ലടാ. ചിക്കല്